സംഭവം കണ്ടു നിന്ന ആളുകളല്ല. വളരെ അപ്രതീക്ഷിതമായിട്ട് ഓഫീസിൽ വെച്ചിട്ടുണ്ടായുള്ള ഒരു സംഭവമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വടിവാൾ ഉപയോഗിച്ചിട്ടാണ്. കാഷ്വാലിറ്റി പോലുള്ള ഒരു സ്ഥലത്താണെങ്കിൽ നമ്മൾ ആളുകൾ വൈകാരികമായിട്ടുള്ള പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യമല്ല. ഓഫീസിൽ നിന്ന് കടന്നു വരികയായിരുന്ന ഡോക്ടറെ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് അക്രമി വടിവാൾ കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് അടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് വേണം. ഞങ്ങളുടെ ജീവനുള്ള ഒരു സംരക്ഷണം തരണം. ഇതൊരിക്കലും ഒരു രോഗികളോടുള്ള ഒരു പ്രതിഷേധമല്ല, പൊതുജനങ്ങളോടുള്ള പ്രതിഷേധമല്ല. ഇത്തരത്തിൽ അക്രമവാസനയുള്ള ആളുകളിൽ നിന്നും ജീവനക്കാർക്ക് സംരക്ഷണം വേണം. ഏറ്റവും താഴെ തട്ടിൽ മുതൽ മുകളിൽ വരെയുള്ള ജീവനക്കാർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സർക്കാർ ഞങ്ങൾക്ക് ഒരുക്കി തരണം. പൂർണ്ണമായും പണിമുടക്കിയുള്ള പ്രതിഷേധം നിലവിലുള്ള ചികിത്സയിലുള്ള രോഗികൾക്ക് വേണ്ട ചികിത്സയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പുതുതായിട്ടൊന്നും നോക്കുന്നില്ല എന്നാണ് ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനൊരു പ്രതികരണം, ഞങ്ങളുടെ ഒരു പ്രതിഷേധം എന്ന് വെച്ചാൽ ഒരിക്കലും ഞങ്ങൾ പ്രത്യേകം ആവർത്തിക്കുകയാണ്, രോഗികളോടോ ജനങ്ങളോടുള്ള പ്രതിഷേധമല്ല, അക്രമികളോടുള്ളതും ഞങ്ങളുടെ സുരക്ഷിതത്തിനുള്ള ഞങ്ങളുടെ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ്. എല്ലാ ജീവനക്കാരും ജോലി നിർത്തിവെച്ചിട്ട് ഇവിടെ ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാവാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ സുരക്ഷിതത്വമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം എനിക്കിപ്പം ചേരുന്നത് അങ്ങ് ഡോക്ടറുടെ കൂടെ ആ മൊമെന്റിൽ ഉണ്ടായിരുന്ന ആളാണല്ലേ? ഉണ്ടായിരുന്നു, അതാ അല്ലുമായിരുന്നുള്ളത്. അത് ഏതാണ് PR ഉണ്ടല്ലേ? PR മാഡം, എന്താ ആക്ച്വലി സംഭവിച്ചത്? ഇവര് വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മളെല്ലാവരും മന്ത്ലി കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇവരിവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ താഴെ വരുമ്പം സാർ എത്തിയിട്ടുണ്ടായിരുന്നില്ല, സൂപ്രണ്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവരും ബാക്കി പബ്ലിക് ഹെൽത്ത് സ്റ്റാഫ് എല്ലാവരും കൂടെ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അപ്പം മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരുന്നതാണ് ഡോക്ടർ വിപിന്. അപ്പം നമുക്ക് വേറൊരു കേസ് ചർച്ച ചെയ്യാൻ, ഒരു ലാബിൻ്റെ കേസ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സാറും ലാബ് ടെക്നീഷ്യന്മാരും കൂടെ ഓഫീസിലേക്ക് വന്നതാണ്, സൂപ്രണ്ടിൻ്റെ റൂമിലേക്ക്. അപ്പം ഈ വെട്ടിയ മനുഷ്യൻ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവർ വേറെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറി. അപ്രതീക്ഷിതമായിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് വാതിൽ തള്ളി തുറന്ന് ഇയാൾ കയറി വെട്ടുമായിരുന്നു. നമ്മുടെ സ്റ്റാഫ് അടുത്തുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് സാറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. വേഗം തന്നെ ഇവരെ കയറി പിടിച്ചു. അതും ജെൻസ് ആയതുകൊണ്ടും ലേഡീസ് ഞങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഇയാളെ പിടിക്കാൻ പറ്റും, കാരണം അത്യാവശ്യം നല്ല സൈസുള്ള ആളായിരുന്നു. പിടിച്ചു. സാറിന് മനസ്സിലായില്ല, വലിയൊരു കൊടുവാള്, വലിയൊരു കത്തി, അത് വെച്ചിട്ടാണ് വെട്ടിയത്. അപ്പം തന്നെ ഇവരെ നമ്മൾ ബ്ലോക്ക് ചെയ്തു. സാറിനെ വേഗം കാഷ്വാലിറ്റിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഭയങ്കര വേദനാജനകമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. മുൻപ് ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നല്ലോ കുഞ്ഞിന്റെ ചികിത്സയായി ബന്ധപ്പെട്ട്. അതിനുശേഷം എപ്പോഴെങ്കിലും ഇവിടെ വന്ന് നിങ്ങളോട് എന്തെങ്കിലും പരാതിയൊക്കെ പറയുന്ന സാഹചര്യം? ഇതുവരെ ഹോസ്പിറ്റലിൽ അവർ എത്തിയിട്ടില്ല. പക്ഷേ ഫീൽഡ് സ്റ്റാഫ് കൃത്യമായിട്ടുള്ള അതിനെ ഫോളോ അപ്പ് ചെയ്യുകയും അവരുടെ വീടുകളിൽ പോയിട്ട് അവരെ വിസിറ്റ് ചെയ്യുകയും കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കുകയും എല്ലാം ചെയ്തതാണ്. നമ്മൾ ഫോളോ അപ്പ് കാര്യങ്ങൾ ഫീൽഡ് തലത്തിൽ കൊടുക്കേണ്ട എല്ലാ ഫോളോ അപ്പും ഇവിടെയുണ്ട്, കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായെന്ന് നമുക്കറിയില്ല. മനഃപൂർവ്വം കരുതിക്കൂട്ടി വന്ന പോലെയാണ്. കാരണം ഞങ്ങൾ ഫ്രണ്ട് നിൽക്കുമ്പോൾ ഇയാളുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ, വരുന്ന സമയത്ത് ഇയാളുടെ ഭാഗത്ത് ഒരു മാറ്റവും ഇല്ല. വന്നു, എന്താണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം ഡോക്ടറെ കാണാനാന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു നിങ്ങൾ ടൈം നമ്മൾ നോക്കിയില്ല. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ മീറ്റിംഗ് ഏകദേശം ഒരു 12 മണിക്കാണ് ഞങ്ങൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 1.5 അവർ കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. സൗമ്യ, ഞാനിവിടെ പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. ഇപ്പോൾ സൗമ്യ മാഡം സംസാരിച്ചതുപോലെ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് അയാളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കമുണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് പ്രതിഷേധം എന്ന നിലയിലേക്ക് അവർ മാറേണ്ടി വന്നിരിക്കുന്നു. അവരുടെ സ്വാഭാവികമായും അവർക്ക് അവരുടെ ജോലി സുരക്ഷിതത്വം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് അവരൊക്കെ നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊരു വ്യക്തത വേണം. എന്തായാലും ഈ കൃത്യം നടത്തിയതിന് പിന്നാലെ തന്നെ അയാളെ പോലീസ് എത്തി ഇവിടെ നിന്നും പിടികൂടി മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആ നിലയ്ക്ക് ഇതിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള നിലവിൽ ഇവിടെ ചികിത്സയിലുള്ള ആളുകൾക്ക് ചികിത്സ തുടരും. അതിനപ്പുറത്ത് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഇവരെത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ഈ നഗരത്തിൽ ഒരു പ്രകടനം ഉൾപ്പെടെ നടത്തിയതിന് ശേഷമാണ് ഇവരൊക്കെ ഇപ്പോൾ ഇവിടെ ഒത്തുചേരുകയും ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി ചേട്ടൻ ഇവിടെ ആ സമയത്തുണ്ടായിരുന്നു? നിങ്ങളൊക്കെ ഡ്യൂട്ടി പോയില്ലായിരുന്നു. മാഡം, ഈ നമുക്ക് ഈ ഫ്രണ്ടിൽ തന്നെ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാവില്ലേ? പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്ന ഒന്നും സ്വാഭാവികമായ ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടീനെയായിട്ടാണ് വന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം, അങ്ങനെ ഒരു അസ്വാഭാവികത ഉണ്ടായിരുന്നില്ല. സ്ഥാപനമാണ്, സ്വാഭാവികമായിട്ടും ഓഫീസിലേക്ക് പല ആവശ്യങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും കയറി വരാനൊരു സാഹചര്യമാണ്. ഒരു ശ്രദ്ധ കൊടുക്കേണ്ട പോലെയോ അല്ലെങ്കിൽ ഒരു വയലൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റി ശ്രദ്ധിക്കേണ്ടതുള്ളൂ.
അത്തരൊരു സാഹചര്യത്തിലാണ് ഉണ്ടായത്. ഇവിടുന്ന് പ്രാഥമിക ചികിത്സ കൊടുത്തതിന് ശേഷമാണ് റെഫർ ചെയ്തിട്ടുള്ളത്. അത്തരത്തിലാണ് കാര്യങ്ങൾ. അതായത് അസ്വാഭാവികമായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവരെല്ലാം പറയുന്നത്. അതുകൊണ്ട് ആ നിലയ്ക്ക് അയാളെ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തുക എന്ന് പറയേണ്ടി വരും. എന്തായാലും പോലീസ് നിലവിൽ ഇതെ മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുൻപ് ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അന്ന് എന്താ സംഭവിച്ചത്? അന്ന് അത് ഇയാളുമായി ബന്ധപ്പെട്ടല്ല. ഇയാളല്ല, അത് വേറെ. അത് മയക്കുമരുന്നിന് അടിമയായിട്ടുണ്ട്. അപ്പം എൻ്റെ മുഖത്തടിച്ചു. പിന്നെ ഞാൻ ശരിക്കും എതിർത്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് സുരക്ഷയില്ലാത്ത പ്രശ്നമുണ്ട്? ഡ്രസ്സിംഗ് റൂമിൽ വേറെ ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവന് അടിച്ചു. അതിൻ്റെ കേസുണ്ട്. തീരുമാനമൊന്നും ആയിട്ടില്ല. അന്തിമമായ തീരുമാനത്തിൽ എത്തിയില്ല, അറിയൂല. സ്റ്റേഷനിൽ അന്വേഷിച്ച് അറിയാം, വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ നിലയ്ക്കാണ് ശ്രുതി. പല വിധത്തിലുള്ള പരാതികളാണ് ഈ ജീവനക്കാരെ സംബന്ധിച്ചുള്ളത്. ആ പരാതികൾക്കൊക്കെ തീർപ്പ് എപ്പം ഉണ്ടാകും എന്നുള്ള ചോദ്യമാണ് അവർ പ്രധാനമായും ചോദിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു ഡോക്ടർക്ക് നേരെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രകോപനവുമില്ലാതെയുള്ളൊരു നീക്കം ഉണ്ടായിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലൊരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെ അവരെത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്.